ഹായ്, എല്ലാവർക്കും കോൺ ബ്ലോഗ് 6ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നെയ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്ന് മപ്പാസ് വെച്ചാലോ. ആദ്യം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം ഇത് നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുകിടാം. ലേശം ഉലുവ, അടുത്തത് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നല്ല മൂത്തതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന സവോള ഇടാം. സവോള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ആവശ്യത്തിന് മിക്സ് ചെയ്യാം. എരിവിന് നമുക്ക് 2-3 കാന്താരിയും കൂടെ ചേർക്കാം. സവോള വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അടുത്തത് മല്ലിപ്പൊടി. ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം മല്ലിപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ആ മൂത്തതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്തത് തക്കാളി ചേർക്കണം. ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഗ്രേവി തിക്കാക്കാനും കുടംപുളി വെള്ളം കൂടി ചേർക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഗ്രേവി ലൂസാകും. ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ. അപ്പോൾ അടുത്തത് കുടംപുളിയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുടംപുളി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പുളി ഒന്ന് ഈ ഗ്രേവിയിലോട്ട് ശരിക്കും ഇറങ്ങാനായിട്ട്. ഓൾറെഡി നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച പുളിയാണ്. അപ്പോൾ വേഗം തന്നെ പുളി ഇറങ്ങും. എന്നാലും ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുന്നു. ഇപ്പോൾ ഗ്രേവി നല്ലതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 2ാം പാൽ ചേർക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പം ഓൾറെഡി നെയ്മീന് വേവ് കുറവായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇതിങ്ങനെ നല്ലതുപോലെ തിളപ്പിക്കുകയാണെങ്കിൽ ആ പുളി വേഗം അങ്ങോട്ട് ഇറങ്ങും. ഈ തിളച്ചതിലോട്ട് നമുക്ക് നെയ്മീൻ ഇട്ട് കൊടുക്കാം. നെയ്മീൻ വേഗം ഉടയുന്നത് കൊണ്ട് ഒത്തിരി ഇട്ട് ഇളക്കല്, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കഷ്ണങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. കറി തിളച്ചിട്ടുണ്ട്, നോക്കട്ടെ. ഇനി നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ചെറുതായിട്ട് സൈഡിൽ കൂടെ ഒന്ന് മിക്സ് ആവാം. ഇപ്പം ഞാൻ 2ാം പാലും ചേർത്തു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് അറിയാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. മപ്പാസിൻ്റെ ആ ഒരു സ്മെല്ല് ഞാൻ ഈ അടുപ്പ് തുറന്നപ്പോൾ കിട്ടി. ഇപ്പം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഞാനിതിലോട്ട് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കടുക് പൊട്ടിച്ച് ഇതിലോട്ട് താളിക്കണം. അപ്പോൾ നമ്മൾ ഏത് കറി വെച്ച് കഴിഞ്ഞാലും അതിന് ശേഷം ഒന്ന് കടുക് പൊട്ടിച്ചിടുവാണെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ്സും ടേസ്റ്റും കിട്ടും. ഈ കടുക് താളിക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. ഇപ്പം എണ്ണ മൂത്തിട്ടുണ്ട്, നമുക്ക് കടുകിടാം. കടുക് ഒന്ന് പൊട്ടിക്കെടുക്കുമ്പോൾ ഉലുവ, രണ്ട് ഉണക്കമുളക്, കറിവേപ്പില, ഉള്ളി. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ഇതിൽ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെയൊന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ കറിക്ക് ലാസ്റ്റ് ഇത് ഇടുമ്പോഴത്തേക്കും നല്ലൊരു ലുക്കും ഒരു കളറും കിട്ടും. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്, നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കാം. മൂത്തിട്ടുണ്ട്, നമുക്കിത് കറിയിലോട്ട് ചേർക്കാം. ഇതിപ്പോൾ കറിക്ക് നല്ലൊരു എണ്ണ താളിച്ചതിൻ്റെ നല്ലൊരു സ്മെല്ലും മൂപ്പിച്ചതിൻ്റെ നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പം എല്ലാം കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ കറി ടേസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ അവർക്ക് കൊടുത്തിട്ട് അഭിപ്രായം ചോദിക്കാം. അപ്പം നമ്മുടെ കറി ടേസ്റ്റ് ചെയ്യാനുള്ള ആളിവിടെ നിൽപ്പുണ്ട്, നമുക്ക് അഭിപ്രായം ചോദിക്കാം. മോൾ കുഞ്ഞെ, ദേ അമ്മ ഉണ്ടാക്കിയ മീൻകറി എങ്ങനെയുണ്ടോയെന്ന് പറഞ്ഞു. കുറച്ചുകൂടി കഴിച്ചു നോക്ക്. കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട് അമ്മയുടെ മീൻകറി?